അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കുറച്ച് മുമ്പ് കട്ട് ചെയ്ത് വെച്ചിരുന്ന ഒരു ലോങ് കോട്ട് ഫ്രോക്കുകൾക്കൊക്കെ റബ്ബർ ഗ്രീൻ കോട്ടാണ്. അത് അതിന്റെ ബാക്ക് പീസാണ്. ബാക്ക് പീസിന് ഷോൾഡറിന് നല്ല വശം എടുത്തിട്ട് ഇങ്ങനെ നീളത്തിൽ നമ്മുടെ ഷോൾഡറിന്റെ ലെങ്ത് കണക്കാക്കിയിട്ട് ഒരു പീസിന് എടുത്തിട്ടുണ്ട്. ആ പീസിനെ ഷോൾഡറിന് ആ അറ്റത്തിൽ നിന്ന് ഈ അറ്റത്തിലോട്ട് സ്റ്റിച്ച് കൊടുക്കുക. ഒരു അടി അടിച്ചെടുക്കുക. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഇതിലോട്ട് മുറിച്ച് കൊടുക്കുക. വെച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക. എല്ലാ വശത്തിനും കൊടുക്കുക സ്റ്റിച്ച്. ഉള്ളിൽ നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുന്ന പീസ് കാണാത്ത വിധത്തിൽ ഒരു പീസ് ജോയിൻ ചെയ്തെടുക്കുക. പീസ് ജോയിൻ ചെയ്തെടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഇനി അതിന്റെ ഉൾവശം ആ ചെറിയ പീസിന് ഒരു 1.5 ഇഞ്ചില് വീതി കണക്കാക്കിയിട്ട് ഒരു സ്റ്റിച്ച് കൂടെ ചെയ്ത് കൊടുക്കുക. അപ്പൊ അതിങ്ങനെ ഉള്ളിൽക്കൊരു പീസ് വന്നിട്ടുണ്ട്. ആ ഉള്ളിലെ പീസ് അതിനെ മാറ്റി വെച്ച് നമ്മൾ ഫ്രണ്ട് 2 പീസാണ്. സ്ട്രൈറ്റ് നമ്മുടെ ഷോളത്തെ ഉള്ളിലാണ് ഒരു കയറ്റില്ലാത്ത ടൈപ്പ്. അപ്പൊ അതിനെ പാർട്ടിന് ഒരു അറേഞ്ച് കൊടുത്തതിന് കുറച്ച് കുറവായി നമ്മൾ അറേഞ്ചാണ്. ഈ കോട്ടിന് സൈഡ് ഭാഗമാണ്. ഇതാണ് ഫ്രണ്ടും ഭാഗം വരുന്നത്. അതാണ് ചെയ്യേണ്ടത്. ഫുൾ ഓപ്പൺ കോട്ടാണ് ഇത്. ഇതൊക്കെ കുറച്ച് ക്ലോസ് ചെയ്തിട്ടുള്ള കോട്ട് വരുന്നുണ്ട്. ഇത് ഫുള്ളായിട്ട് ഓപ്പൺ ആയിട്ടുള്ളതാണ്. ക്ലോസ് ചെയ്യുന്ന കോട്ടിനാണ് പുതിയ കോൺസെപ്റ്റ്. ഇത് അത് നമുക്ക് മറ്റേ വശം ഓപ്പോസിറ്റ് അതുപോലെ തന്നെ നമ്മൾ ഓപ്പോസിറ്റ് നഷ്ടമാണ്. ഫ്രണ്ടിന് തുടങ്ങി. അപ്പൊ ഇത് നമ്മൾ ഫ്രണ്ടിന്റെ കൈപ്പിന്റെ അവിടെ നിന്നാണ് തുടങ്ങിയത്, ഷോൾഡറിന്റെ ഭാഗത്ത്. അപ്പൊ ഇത് ഈ അടിഭാഗമാണ് വന്നിരിക്കുന്നത്. അപ്പൊ അടിഭാഗത്തിന് കൊടുക്കുക. ഓപ്പോസിറ്റ് ആയിട്ട് വരാം. അപ്പൊ ഒന്ന് മേലെന്ന് തുടങ്ങി, രണ്ടാമത് താഴ്ന്ന് വരും. ശരിക്കും അതിന്റെ ബ്ലോക്കൊക്കെ തപ്പയപ്പോ കൊടുക്കുന്നത് എനിക്കൊക്കെ ആയിട്ടാണ് അവർ അറിയിച്ചാണല്ലേ. അപ്പൊ നമ്മൾ 2 വശം ചെയ്തെടുത്തിട്ടുണ്ട്. മടക്കി തയ്ച്ചിട്ടുണ്ടല്ലോ. ഉള്ളിലേക്ക് തുമ്പ് പോണ വിധത്തിലാണ് മടക്കി എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിന് ബാക്ക് പീസുമേ 2 ഫ്രണ്ട് പീസ് ഷോൾഡർ ഭാഗം അറ്റാച്ച് ചെയ്ത് കൊടുക്കും. അപ്പോൾ എല്ലാ വശം ഇങ്ങനെയാണ് ഇത് വരേണ്ടത്. നല്ല വശം ഫ്രണ്ടിന്റെ നല്ല വശം നോക്കിയിട്ടെടുക്കുക. കൂട്ട് ഇതാണ് 2 പീസ്. ഇതിങ്ങനെ വരണം. അതായത് മടക്കി വെച്ച ഭാഗം മുന്നിലോട്ട് വരുന്ന വിധത്തിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാനാണ്. അപ്പൊ ഇതിന്റെ ഉള്ളിലേക്ക് തുമ്പ് കയറ്റി കൊടുക്കുക. ഷോൾഡറിന്റെ കൈ ഫിറ്റ് ചെയ്യേണ്ട ഭാഗത്ത് നിന്ന് ഇതിന്റെ പീസ് വെക്കുന്നതിൽ ശ്രദ്ധിക്കുക. വിട്ടിട്ടെടുക്കുക. 1/2 ഇഞ്ച് തുമ്പ് മുന്നോട്ട് കയറ്റി കൊടുത്തിട്ട് ഷോൾഡറിനെ ഈ ഭാഗം അറ്റാച്ച് ചെയ്തതുപോലെ തന്നെ ഈ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് മറ്റേ വശം അതുപോലെ തന്നെ
ഫ്രണ്ട് ഓപ്പോസിറ്റ് ആയിട്ടിട്ടാണ്. അപ്പൊ ഫ്രണ്ട് ഭാഗം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഫ്രണ്ട് ഭാഗം ഇവിടെ തന്നെ കിടക്കണം. ഇവിടെ നോക്കിക്കുന്നു അരഞ്ചിട്ടും കൂടി നോക്കി കൊടുക്കുക, ടച്ച് കൊടുക്കുക. ഇപ്പൊ നമ്മുടെ ഫ്രണ്ടും ബാക്കും നമ്മൾ ഷോൾഡറിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞു. സിമ്പിൾ ആയിട്ട് ചെയ്യാം, ഈസി ആയിട്ട് ചെയ്യാം, പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു ഡ്രസ്സും കൂടിയാണ് ഇത്. കോട്ട് എന്ന് പറയുന്നത് ഗൗണിന്റെ കൂടെ ലോങ് ടോപ്പിന്റെ ഒക്കെ കൂടെ ഇട്ട് കൊടുക്കുക. കേട്ടോ, ഇങ്ങനെ വരും. കോട്ടിന്റെ ഫ്രണ്ട് ഓപ്പൺ ആണ്, ഫുൾ ഓപ്പൺ ആണ്. നമ്മുടെ ഷോൾഡറിന്റെ ഓപ്പൺ ആണ്. മുമ്പില് ഇനി കൈ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് ഒഴിവാക്കുക. ഇനി ബാക്ക് പീസിക്ക് മറിയണം ഈ പീസ്. അതിന് കണക്കാക്കിയിട്ട് മുറിച്ചിട്ടിട്ട് ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കുക. കറക്റ്റ് ആക്കിയിട്ട് ഈ വശവും അതുപോലെ തന്നെ